ഹലോ കൂട്ടുകാരെ, ഇതാണ് കടമക്കുടി. നമുക്ക് ഈ കടമക്കുടിയിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. റെയിൻബോ മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കടമക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ കടമക്കുടിക്ക് വേറൊരു പേര് കൂടെയുണ്ട്. എറണാകുളത്തിൻ്റെ കുട്ടനാടെന്നാണ് ഈ കടമക്കുടി അറിയപ്പെടുന്നത്. കടമക്കുടി ദ്വീപുകൾ, അതായത് 14 ദ്വീപുകൾ ഉള്ളതാണ് ഈ കടമക്കുടി. അവിടെ ധാരാളം പാടങ്ങളും പിന്നെ പുഴയുണ്ട്. വളരെ മനോഹരമാണ് ഈ കടമക്കുടിയിലെ കാഴ്ചകൾ. നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം, കാഴ്ചകൾ കാണാം. നമ്മൾ ഈ കടമക്കുടിയിലേക്ക് പോകുന്ന വഴി തന്നെ മനോഹരമാണ് കാണാൻ. ധാരാളം മരങ്ങൾ, പിന്നെ വെള്ളം, അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും. പിന്നെ ചീനവല കാണാൻ സാധിക്കും. അതൊക്കെയാണ് നമ്മുടെ കടമക്കുടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. ഇനി ബാക്കി കൂടുതൽ വിശേഷങ്ങളൂടെ നമുക്ക് കണ്ടറിയാം. എറണാകുളത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണിത്. നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ടൈമാണ്. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ്. നമ്മൾ ഈ കടമക്കുടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ഭാഗത്ത് പല പല ഭാഗങ്ങളായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതല്ലാതെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കാണാൻ പറ്റും. പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ മെയിൻ ജോലി എന്ന് പറയുന്നത് മീൻ പിടുത്തം, തെങ്ങ് ചെത്തൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കടമക്കുടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം ദേശാടന പക്ഷികളൊക്കെയും ഇവിടെ വരാറുണ്ട്. പിന്നെ ധാരാളം വെഡിങ് ഫോട്ടോഷൂട്ടുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. പിന്നെ ധാരാളം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ കടമക്കുടി എന്ന് പറയുന്നത്. പിന്നെ കടമക്കുടിയിൽ ഫേമസ് ആയിട്ടുള്ളത് കടമക്കുടി ഷാപ്പാണ്. ഇവിടുത്തെ കടമക്കുടിയിലെ ഷാപ്പിലെ കറികളും ഒക്കെ വളരെ ഫേമസ് ആണ്. ധാരാളം ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് ഷാപ്പിലേക്ക് വേണ്ടി മാത്രം. ഇപ്പം നമ്മൾ എത്തിയേക്കുന്നതാണ് കടമക്കുടിയുടെ മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു വശത്ത് പാടവും മറുവശം പുഴയുമാണ്. ഇപ്പം പുഴയിലൊക്കെ ധാരാളം വെള്ളമുണ്ട്. ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ വന്നേക്കുന്നത് ഒരു 4 മണി സമയമാണ്. അതുകൊണ്ട് നല്ല കാറ്റുണ്ട്, അധികം വെയിലൊന്നുമില്ല. നമുക്കിവിടെയൊക്കെ കാണാൻ പറ്റിയ സമയമാണിത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. കടമക്കുടി കാണാൻ വേണ്ടിയും അധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ ആയത് കാരണമാണ് അധികം ആളുകളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത്. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ഏറുമാടമാണ്. മരത്തിൻ്റെ മുകളിൽ ചെറിയൊരു മാടം വെച്ചിട്ടുണ്ട്. നേരത്തെ ഇതിനൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇതിലേക്ക് കയറാനും കയറി നിന്നിട്ട് മീൻ പിടിക്കുന്നതൊക്കെ കാണാനുമായിട്ട്. ഇപ്പം അതിൻ്റെ സ്റ്റെപ്പൊക്കെ പോയി. ഇപ്പോൾ ഒരു ചേട്ടന് വള്ളമൊക്കെ തുഴഞ്ഞു പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് പതുക്കെ ഇതുവഴിയൊക്കെ നടക്കാനും ധാരാളം ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അത് ഇവിടെ ഇപ്പോൾ ഒരു ചേട്ടൻ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നേരമായി അവർ വലയൊക്കെ വീശാൻ തുടങ്ങിയിട്ട് അധികം മീനെയൊന്നും അവർക്ക് ഇത്ര നേരമായിട്ടും കിട്ടിയില്ല. ഇപ്പം മീനൊക്കെ വളരെ കുറവാണെന്നാണ് അവർ പറയുന്നത്. ഈ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ തന്നെ വളരെ മനോഹരമാണ്. അപ്പോൾ ഇവരോട് നമ്മൾക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം. 1-2 മീനെയൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം കയറ്റി ഇറക്കുന്നതാണോ കാണുന്നത്? അത് ഇതിനകത്ത് ഇതാണോ മീൻ കയറുന്നത്? അങ്ങനെ ഇത് ഇപ്പോൾ നെറ്റിട്ടിട്ടാണ് വെള്ളം കളയണം. അതിൻ്റെ അകത്തുള്ള മീൻ പുറത്തോട്ട് പോകില്ല. ഓ അങ്ങനെയാണ്. ഈ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ വന്നവരാണോ? അത് ഇവിടെയുള്ള ആൾക്കാരാണോ? ഇല്ല, പുറത്തുനിന്ന് ആൾക്കാർ. ഞങ്ങളിങ്ങനെ നെറ്റിൽ കണ്ട് സ്ഥലം കണ്ടോ അങ്ങനെ വന്നത്. ഇതാണ് വെള്ളം കയറ്റി ഇറക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് ഇത് പുഴയിൽ നിന്ന് പാടത്തേക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ ഇവിടുന്ന് മീനൊക്കെ പാടത്തുനിന്ന് ചാടിപ്പോകാതിരിക്കാനായിട്ട് നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലം നമ്മൾ കുറേയേറെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു യമണ്ടൻ പ്രേമകഥ, തൊട്ടപ്പൻ എന്ന് പറയുന്നൊരു മൂവി, പിന്നെ ലൂക്ക, അങ്ങനെ ധാരാളം സിനിമകളിൽ ഈ കടമക്കുടിയുടെ മനോഹാരിത പകർത്തിയിട്ടുണ്ട്. നമുക്ക് ചില മൂവികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവർ വീണ്ടും മീൻ പിടിക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് കടമക്കുടിയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ കടമക്കുടിയിൽ അധികം അങ്ങോട്ട് യാത്രയൊന്നും ചെയ്തിട്ടില്ല. ഇത് എവിടെയും വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ട് 4-5 കിലോമീറ്റർ വരെ ചുറ്റി നടന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാഴ്ചകൾ ഒക്കെ കണ്ട് നമുക്ക് മടങ്ങാൻ സാധിക്കും. ധാരാളം ഫോട്ടോകളൊക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. ഈവനിങ് ടൈം അല്ലെങ്കിൽ മോർണിംഗ് ടൈം വരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കടമക്കുടിയിലെ വിശേഷങ്ങൾ. നമുക്കിനിയും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.